ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ റെഡും ഗ്രീനും കളറിലുള്ള ക്യാപ്സിക്കം ചെറിയതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ അതിലേക്ക് ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ചിക്കനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു സ്നാക്കിലേക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. അപ്പോൾ ഞാനിവിടെ 5 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് നമുക്ക് കത്തി വെച്ച് അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ സൈഡ് വശം നമുക്കൊരു ഫ്രെയിം പോലെയും വേണം, അതുപോലെ ഉള്ളിലത്തെ ആ ഒരു സ്ക്വയറും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു രീതിയിൽ ഇങ്ങനെ സൈഡൊന്നും പൊട്ടിപ്പോവാത്ത വിധത്തിൽ നമുക്ക് വളരെ പതിയെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വലിയ സാൻഡ്വിച്ച് ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ചെറിയ ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പൊട്ടിപ്പോവാതെ നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മൾ ബ്രെഡ് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയർ ഇത് കണ്ടില്ലേ. അപ്പം ഫ്രെയിമും കട്ടായി പോയിട്ടില്ല, ആ ഒരു സ്ക്വയറും കട്ടായിട്ട് ഒന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, സ്ക്വയർ ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള ബ്രെഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ, അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ പാൻ ആയതുകൊണ്ട് ഞാൻ 2 ഫ്രെയിമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം തീ ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്നും കുറേശ്ശെ എടുത്ത് ആ സ്ക്വയറിൻ്റെ ഉള്ളിലായിട്ട് നിറച്ച് കൊടുക്കാം. അങ്ങനെ 2 ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു വെജിറ്റബിളിൻ്റെ മിക്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രെയിമിൻ്റെ മുകളിലായിട്ട് ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഒരു സ്ക്വയർ ഉണ്ടല്ലോ ബ്രെഡിൻ്റെ, ആ സ്ക്വയർ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടുമ്പോൾ ആ ചീസ് സ്ലൈസ് നമ്മുടെ പാനിൽ ഒട്ടി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് അവിടെ ഒരു ചെറിയ പീസ് അവിടെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതേപോലെ നമുക്ക് 2 ബ്രെഡിൻ്റെ പീസും തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം. അതിനുശേഷം നമ്മളൊരു സാൻഡ്വിച്ചൊക്കെ പോലെ ഒരു ബ്രെഡിൻ്റെ പീസിനെ മറ്റൊരു ബ്രെഡിൻ്റെ പീസ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സംഭവം. ആ ഒരു ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിന് സോസിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി വേറെ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് മാത്രമായിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തില്ലേ, അതിനുശേഷം നമ്മൾ ആ ചീസ് സ്ലൈസ്, വലിയ ഒരു ചീസ് സ്ലൈസിനെ 4ആയി മുറിച്ചിട്ട് അതിൽ നിന്ന് ഒരു പീസ് ആ വെജിറ്റബിളിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സ്ക്വയറില്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ മൂടി കൊടുക്കുക. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ട് 2 ഭാഗവും ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. വെജിറ്റബിൾസ് ഇപ്പോൾ ഉപ്പേരിയൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. നല്ല ആ ഒരു ചീസിൻ്റെ ടേസ്റ്റും മുട്ടയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല രസമാണ് കഴിക്കാനായിട്ട്. പിന്നെ അതിന് മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി. അപ്പോൾ നമുക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.